ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഉദ്ധിതനായവനേ, യേശുരാജനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ, പാപമോചകനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥനോടൊപ്പം ഈ സമയമായിരിക്കാൻ വലിയ ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ദിവ്യകാരുണ്യം ദൈവത്തിൻ്റെ മഹാകാരുണ്യമാണ്. തിരുവോസ്തിനാഥനായ തമ്പുരാൻ്റെ തിരുമുഖം ദർശിക്കാൻ വലിയ ഭാഗ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത്. ഈ സമയം ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുഖത്തേക്ക് നമുക്കൊരു നിമിഷം ഒന്ന് നോക്കാം. അപ്പമായി നമ്മളോട് ഒപ്പമായിരിക്കുന്ന
ദിവ്യകാരുണ്യനാഥനെ നമുക്കെല്ലാവർക്കും ഈ സമയം ഭക്തിയാദരങ്ങളോടെ അവിടുത്തെയോട് കൂടെയായിരുന്ന് തമ്പുരാൻ്റെ തിരുമുഖത്തേക്ക് നമുക്കൊന്ന് നോക്കാം. നമ്മളൊന്ന് കണ്ണടച്ചാൽ നമ്മുടെ മനസ്സിൽ അവിടുത്തെ തിരുമുഖം തെളിയുന്നുണ്ട്. നമുക്കൊന്ന് കണ്ണുകൾ അടച്ചു നോക്കാം. തമ്പുരാനെ, നിന്നെ ദർശിക്കുവാൻ, നിൻ്റെ സുന്ദരമായിട്ടുള്ള തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. ശാന്തമായി നമുക്ക് കണ്ണു തുറന്ന് അപ്പമായി നമ്മളുടെ കൂടെ ആയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ നമുക്കൊന്ന് നോക്കാം. ഒരു ചെറിയ കാറ്റടിച്ചാൽ പറന്നു പോകുന്ന ഒരു ചെറിയ അപ്പക്കഷ്ണമായി തമ്പുരാൻ നമ്മളുടെ ഒപ്പമുണ്ട്. അനേക മക്കളുടെ വിശപ്പകറ്റാൻ അവർക്ക് അപ്പമായി മാറിയ തമ്പുരാനാണിതെന്ന് നമുക്കറിയാം. 5000-ഉം 4000-ഉം അതിലധികവും വരുന്ന തമ്പുരാൻ്റെ വചനം കേൾക്കാൻ, അവിടത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച അനേക മക്കളുടെ വിശപ്പകറ്റിയ തമ്പുരാൻ ഇതാ ഒരു ചെറിയ അപ്പമായി നമ്മളോട് ഒപ്പമുണ്ട്. കൊടുങ്കാറ്റിനെ ശമിപ്പിച്ചവനാണ്. ഒരു ചെറിയ കാറ്റിന് പോലും പറത്താൻ കഴിയുന്ന അപ്പമായി നമ്മളോട് കൂടെ ആയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കടലിനെ ശാന്തമാക്കിയവൻ, വെള്ളത്തിനു മീതെ നടന്നവൻ, ഒരു തുള്ളി വെള്ളം കൊണ്ട് അലിയുന്ന അപ്പമായി നമ്മളോട് കൂടെ ഉണ്ട്. നമ്മുടെ നാവിലലിയാൻ, നമ്മുടെ ജീവിതങ്ങളിൽ അലിഞ്ഞു ചേരാൻ, നമ്മളോടൊപ്പമാകാൻ, നമ്മുടെ വിശപ്പകറ്റാൻ ഇതാ ദിവ്യകാരുണ്യമായി തമ്പുരാൻ നമ്മളോട് കൂടെ. ഇതിലും ലളിതമായി എങ്ങനെയാണ് ദൈവത്തിൻ്റെ മഹാരഹസ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ എളിയ ബുദ്ധിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ, ഞങ്ങളുടെ പാപം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ പോലും കണ്ടുമുട്ടാൻ തക്ക വിധത്തിൽ അയോഗ്യരും പാപികളും ബലഹീനരുമായ ഞങ്ങളുടെ ഒപ്പമാകുവാൻ, ഞങ്ങൾക്ക് ഭക്ഷിക്കുവാൻ, ഞങ്ങളുടെ വിശപ്പകറ്റുവാൻ നീ അപ്പമായി മാറിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. തമ്പുരാനെ, ഈ സമയം എല്ലാ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന്, എല്ലാ ഭൂവാസികളോടും ചേർന്ന്, സ്വർഗത്തിലെ സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യത്തിൽ മാലാഖമാരുടെ 1000-ങ്ങളും 10,000-ങ്ങളും നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം ഇതാ ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നു. തമ്പുരാനെ, എല്ലാ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് ഉച്ചസ്വരത്തിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്ന ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 മഹത്വം, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. എല്ലാ സൃഷ്ടിജാലങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ പാട്ടുപാടി സന്തോഷത്തോടെ നിനക്ക് ആരാധന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തിയും ബലവും
കാത്തുകാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തല്ലോ, അവനെങ്കലേക്ക് ചാഞ്ഞു കേട്ടല്ലോ. നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടി നിന്നും കയറ്റി. നാശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെടി നിന്നും കയറ്റി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്ന തമ്പുരാനെ, തിരുവചനങ്ങളിലൂടെ നീ ഞങ്ങളോടൊപ്പമുണ്ട്. തമ്പുരാനെ, ചില സമയത്തൊക്കെ വചനത്തിൽ വായിക്കുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾക്ക് നിന്നെ മനസ്സിലാകാതെ പോകുന്നുണ്ട്. തമ്പുരാനെ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ സുവിശേഷത്തിൽ ലൂക്കാ സുവിശേഷകൻ 24-ാം അധ്യായത്തിൽ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ദൈവാരാധനയുടെ സ്ഥലമായ ജെറുസലേമിൽ നിന്ന് അവരെ നടന്ന് യാത്ര പുറപ്പെടുകയാണ്. തമ്പുരാനെ, നീ അവരോട് കൂടെ യാത്ര ചെയ്യുകയാണ്. അവരോടൊപ്പം നീ നടന്നെത്തി അവരുടെ കൂടെ യാത്ര ചെയ്യുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതയാത്രാ വഴികളിൽ നിന്റെ സാന്നിധ്യം ഞങ്ങൾ ചിലപ്പോഴെങ്കിലും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. തമ്പുരാനെ, തിരുവചനത്തിലൂടെ നീ ആ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുത്തതുപോലെ തിരുവചനങ്ങൾ ശ്രവിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അത് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും നീ ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, പ്രവാചകന്മാരിലും വിശുദ്ധ ഗ്രന്ഥങ്ങളിലുടനീളവും നിന്നെക്കുറിച്ചുള്ള വചനങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധത്തിൽ നീ അവരുടെ മനസ്സ് തുറന്നു. വചനം പങ്കുവച്ചപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചതായിട്ട് അവർ തിരിച്ചറിയുന്നു. തമ്പുരാനെ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ജ്വലിപ്പിക്കണമേ. നിന്റെ തിരുവചനത്തിലൂടെ നിന്നെ കേൾക്കുവാൻ, നിന്നെ ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. തമ്പുരാനെ, നിന്റെ തിരുവചനങ്ങളനുസരിച്ച് നടക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും, ഞങ്ങളുടെ അധ്വാന മേഖലകളിലും, ഞങ്ങളുടെ ഭവനങ്ങളിലും, ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും, ഞങ്ങളുടെ സങ്കടങ്ങളിലും തമ്പുരാനെ നീ കൂടെ വസിക്കണം. ആ ശിഷ്യന്മാർ തമ്പുരാനോട് പറഞ്ഞതുപോലെ, നാഥ, ഞങ്ങളുടെ കൂടെ വസിക്കണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ അനുഭവിക്കാം, നിന്നെ ദർശിക്കാം. അത് ഞങ്ങളുടെ ജീവിതത്തിന് പുത്തൻ ദിശാബോധം നൽകുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ദൈവാരാധനയുടെ ഇടമായ ജെറുസലേമിൽ നിന്ന് കർത്താവേ ശിഷ്യന്മാരകന്നു പോയതുപോലെ ദൈവാരാധനയുടെ നിമിഷങ്ങളിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളും അകന്നകന്നു പോയിട്ടുണ്ട്. തമ്പുരാനെ, നിന്റെ സാന്നിധ്യം അനുഭവിക്കാതെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. തമ്പുരാനെ, ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വലിയ അനുതാപത്തോടെ ഞങ്ങളിതാ നിന്റെ സന്നിധിയിൽ വരുന്നു. ദിവ്യകാരുണ്യനാഥ, നീ ഞങ്ങളുടെ കൂടെ വസിക്കണം. അപ്പമായി ഞങ്ങളുടെ കൂടെയായിരിക്കുന്ന തമ്പുരാനെ, അന്ന് ദിവസം നീ ശിഷ്യന്മാർക്ക് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു. ഉടൻ തന്നെ നീ അപ്രത്യക്ഷനായി എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. തമ്പുരാനെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ നീ വാഴ്ത്തി വിഭജിച്ച് ഞങ്ങളുടെ മുൻപിൽ നീ തരുമ്പോൾ നീ അപ്രത്യക്ഷനാകുന്നു. പക്ഷേ അപ്പത്തിൽ ഞങ്ങൾക്ക് നിന്നെ ദർശിക്കാൻ സാധിക്കുന്നു. തമ്പുരാനെ, ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ നിന്റെ തിരുമുഖം ദർശിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ഈ സമയം ഞങ്ങൾ നിന്നെ
ദർശിക്കുന്നു. ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. ദിവ്യകാരുണ്യനാഥ, ഞങ്ങളുടെ സ്നേഹമേ, ഞങ്ങളുടെ രക്ഷകനെ, ഞങ്ങളിതാ മടങ്ങി വരുന്നു. ദൈവാരാധനയിലേക്ക്, ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്ന ഇടങ്ങളിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഞങ്ങളും ഇതാ മടങ്ങി വരുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിന്നെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുന്നു. കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ, മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമേതാ. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. കൈകൾ കൂപ്പാം, ഹൃദയങ്ങൾ ചേർക്കാം, ഈശോയെ ആരാധിക്കാം. നിത്യവിശുദ്ധമേ, സ്നേഹത്തിൻ ഭാവമേ, എന്നെന്നും ആരാധിക്കാം. തമ്പുരാനെ, നീ ശിഷ്യരോടുകൂടെ പ്രാർത്ഥിച്ചതുപോലെ നിന്റെ പ്രിയപ്പെട്ട ശിഷ്യരായ ഞങ്ങൾ നിന്നോടൊപ്പമായിരിക്കുന്നു. തമ്പുരാനെ, ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങളായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് നീ അനുഗ്രഹിക്കണം. പൂർവ്വപിതാവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവദൂതൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നിന്റെ കാലിൽ ഞങ്ങൾ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കാതെ നിന്നെ ഞങ്ങൾ വിടില്ല. തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ കടന്നു വരണം. ഞങ്ങളുടെ പാപങ്ങൾ നീ കഴുകിക്കളയണം. ഞങ്ങളുടെ രോഗങ്ങൾ നീ തൊട്ട് സുഖപ്പെടുത്തണം. ഞങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ ദൈവാനുഗ്രഹവും ഉണ്ടാകാൻ ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകമാസകലമുള്ള എല്ലാ ജനങ്ങളെയും നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കത്തോലിക്ക സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും അവരുടെ തലവനായ മാർപ്പാപ്പയെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുസഭയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സമർപ്പിതരെയും എല്ലാ വിശ്വാസികളെയും ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. നിന്നോട് നിന്നോട് ചേർന്ന് നിൽക്കുന്ന ജീവിതങ്ങളായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ മാറട്ടെ. കർത്താവേ, നിൻ്റെ വചനം കേട്ട് ഹൃദയങ്ങൾ ജ്വലിക്കുവാൻ തക്ക വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ക്രമീകരിക്കണമേ. നിൻ്റെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ എല്ലാ ജനതകൾക്കും ഇടയാകട്ടെ. എല്ലാവിധ തിന്മകളുടെ ശക്തികളെ ചെറുത്ത് നിൽക്കുവാൻ, പാപബന്ധനങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കാതിരിക്കുവാൻ കർത്താവേ, നിൻ്റെ ശക്തമായ കരുണയുടെ കരം ഞങ്ങളുടെ മേൽ നീ വർഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഈ സമയം ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാ സൃഷ്ടികളോടും ചേർന്ന് ഒരിക്കൽ കൂടി ഞങ്ങളെല്ലാവരും നിനക്ക് ആരാധനയർപ്പിച്ച് സ്വർഗവാസികളുടെയും ഭൂവാസികളുടെയും മഹനീയ സാന്നിധ്യം അനുസ്മരിച്ചുകൊണ്ട് സ്തുതികളിൽ വാഴുന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. കർത്താവേ, നിൻ്റെ ആശീർവാദത്തിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുമ്പോൾ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം, നീ ഞങ്ങളെ ആശീർവദിക്കണം. കർത്താവേ, അവിടുത്തെ മഹനീയമായ ഈ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കാൻ നീ ഞങ്ങളെ അനുവദിച്ചു. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിൽ നിൻ്റെ അനുഗ്രഹം കടന്നു ചെല്ലുന്നു ഞങ്ങൾക്കറിയാം. കർത്താവേ, ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ നീ കടന്നു ചെല്ലുമ്പോൾ അവന് സൗഖ്യമുണ്ടാകുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ
അവരുടെ ജീവിതത്തിലേക്ക് നീ കടന്നു ചെന്ന് അവരായിരിക്കുന്ന ഇടങ്ങളിൽ നീ അനുഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന, സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവിധ പാപങ്ങളെയും രോഗങ്ങളെയും അകറ്റുവാൻ നിൻ്റെ കരുണയേറിയ കടാക്ഷം ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, നിൻ്റെ ആശീർവാദം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നിൻ്റെ തിരുരക്തം ഞങ്ങളുടെ പാവക്കറകൾ കഴുകിക്കളയട്ടെ. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലത് കൈ ഞങ്ങളെ എന്നും സംരക്ഷിക്കട്ടെ. നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി ശിരസ് നമിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,